ഒരു മോഷണ വസ്തു തിരികെ നൽകിയാൽ മോഷ്ടാവിന് സമ്മാനം 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ മാത്രമല്ല, ഒപ്പം നല്ല ജീവിതത്തിലേക്ക് മടങ്ങാൻ ഒരു ജോലിയും ഉണ്ട് കേട്ടോ. ഈ പ്രഖ്യാപനം കേട്ടാൽ ഒരു പക്ഷേ വിചിത്രമായിട്ടൊക്കെ തോന്നുമെങ്കിലും നഷ്ടപ്പെട്ട വസ്തുവിൻ്റെ മൂല്യം അത് അത്രമാത്രമുണ്ട്. നഷ്ടപ്പെട്ട വസ്തു ഏറെ പ്രിയപ്പെട്ടതാകുന്നത് വില കൊണ്ട് മാത്രമല്ല, ആത്മബന്ധം കൊണ്ടും ഓർമ്മകൾ കൊണ്ടും കൂടിയാണ്. അപ്പോൾ എന്താ സംഭവം എന്നറിയാൻ ഒരു കൗതുകമില്ലേ? നമ്മുടെ റഹീം കൊച്ചിയിൽ നിന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്, അത് കാണാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി എന്തെങ്കിലുമൊക്കെ കാണും. ഒന്നുകിൽ അതൊരു വ്യക്തിയാകും, അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വസ്തുവാകും. അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ദുഃഖവും വിഷമവും ഒന്നും പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാകും. അങ്ങനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സൈക്കിൾ നഷ്ടമായ ഒരാളെക്കുറിച്ചാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ദുഃഖവും വിഷമവും ഒക്കെ അദ്ദേഹം തന്നെ നമ്മളോട് പറയും. പ്രകാശൻ ചേട്ടന് ഈ നഷ്ടമായത് വെറും ഒരു സൈക്കിളല്ല, 70 വർഷത്തെ ഓർമ്മകൾ പേറുന്ന വലിയൊരു നിധിയാണ്. പെട്ടെന്ന് പോരാനുള്ള തിരക്കിൽ ഞാൻ കീ എടുത്തില്ല. ഒരു വർക്ക് എനിക്ക് ചെയ്യാനുള്ളത്, അത് ചെയ്തു കൊടുക്കേണ്ട അത്യാവശ്യമുള്ളതുകൊണ്ട് ഞാനത് ചെന്നതാണ്. അത് ചെയ്തുകൊണ്ടിരിക്കുക മഴ വന്നപ്പോൾ ഞാൻ എൻ്റെ ഈ സൈക്കിളിനെ മഴ കൊള്ളിക്കാനോ വെയിൽ കൊള്ളിക്കാനോ ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ഞാൻ സമ്മതിക്കാറില്ല. അപ്പോൾ ഞാൻ അന്ന് മഴയെടുത്ത് അകത്ത് വെക്കാം എന്ന് കരുതി ഏതാണ്ട് ഒരു 7 മണി 7:05 ആയി കാണും. റോട്ടിലിറങ്ങി നോക്കിയപ്പോൾ സൈക്കിളില്ല. എനിക്ക് 10 വയസ്സുള്ള സമയത്താണ് അച്ഛൻ ഈ സൈക്കിൾ വാങ്ങുന്നത്. പുതിയ സൈക്കിൾ കിട്ടിയതിൽ കൊച്ചു കുട്ടികൾക്ക് നമ്മളൊരു സൈക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ മനസ്സിലുള്ള സന്തോഷം എത്ര വലുതായിരിക്കും. വളരെ വലിയ സന്തോഷം. അവൻ്റെ ഒരു സൈക്കിൾ കിട്ടിക്കഴിഞ്ഞാൽ കുട്ടികൾക്കൊക്കെ അങ്ങനെയല്ലേ. പിന്നെ എൻ്റെ ഇവിടെയുള്ള അസോസിയേഷൻ്റെ ഭാരവാഹികളും ഇവിടുത്തെ മറ്റു ആൾക്കാർക്കും ആ സൈക്കിളില്ലാതെ എന്നെ കണ്ടത് കൊണ്ടുള്ള ഒരു പ്രയാസം തന്നെ അവർക്കുണ്ടായിരുന്നു. അപ്പോൾ എനിക്കെന്തെങ്കിലും ഇത്തിരി ആശ്വാസം കിട്ടട്ടെ എന്നുള്ള രീതിയിലാണ് അവർ കഴിഞ്ഞ ദിവസം പെട്ടെന്നൊരു ആലോചന എടുത്തിട്ടാണ് അവർ ഈ സൈക്കിൾ വാങ്ങാൻ തീരുമാനിച്ചത്. ഇപ്പോഴും തന്റെ പ്രിയപ്പെട്ട സൈക്കിൾ തിരികെ ലഭിക്കുമെന്ന ശുഭപ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ് പ്രകാശൻ ചേട്ടൻ. എവിടെയാണ്, എന്താണ് അവൻ്റെ ആ സൈക്കിളിൻ്റെ സ്ഥിതി എന്താണെന്നുള്ള അറിയാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു വിഷമം. അത് ഏതായാലും അത് കിട്ടാതിരിക്കുന്നത്രയും കാലം എൻ്റെ കൂടെ തന്നെ ആ നമ്പർ ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ സൈക്കിളല്ല, ഇതുപോലെ എത്ര സൈക്കിൾ കിട്ടിയാലും അതുണ്ടാവും. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അച്ഛന് സുഖമില്ലാതെ കുറേ കാലം കിടപ്പിലായിപ്പോയി. അപ്പോൾ ആ സമയത്ത് ഏതാണ്ടൊരു അവസാന കാലഘട്ടത്തിൽ എന്ന പോലെ അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സൈക്കിൾ വിൽക്കരുത്. മറ്റൊന്ന്, സൈക്കിൾ നഷ്ടപ്പെടുത്തരുത്. ജൂലൈ 23-ാം തീയതി അച്ഛൻ മരണമടഞ്ഞതിൻ്റെ ഓർമ്മ ദിവസമാണ്, ചരമദിനമാണ്. അപ്പോൾ അതിന് അമ്പലത്തിൽ പോയി ബലിയിടാനും ഒക്കെയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ആയിട്ട് ഞാനിരിക്കുന്ന അവസരത്തിലാണ് ഈ സൈക്കിളിൻ്റെ നഷ്ടം. ഓച്ചയുടെ പരസ്യം ഈ കാര്യത്തിൽ ഒരുപാട് സഹായം ചെയ്തിട്ടുണ്ട്. അതെടുത്ത് പറയാതിരിക്കാൻ തരമില്ല. 5 ലക്ഷം രൂപയും ഒരു ജോലിയുമാണ് അതിനകത്ത് വാഗ്ദാനം ചെയ്തിട്ടുള്ളത് അല്ലേ? അതാണ് ഒരു സൈക്കിളിന് വേണ്ടിയുള്ള അത്രയും അതെനിക്കൊന്നും പുള്ളി അത് മനസ്സിലാക്കിയതുകൊണ്ടായിരിക്കാം. തീർച്ചയായിട്ടും ആ സൈക്കിളും ഞാനുമായിട്ടും അച്ഛനുമായിട്ടുള്ള ഒരു ആത്മബന്ധം അത് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ടാണ് പുള്ളി അങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഈ സൈക്കിളിനെ ഞാൻ മറ്റേ സൈക്കിളിനെ സൂക്ഷിച്ചിരുന്ന പോലെ തന്നെ അത് ഞാൻ സൂക്ഷിക്കും. അതിനെ തുടച്ച് വൃത്തിയാക്കിയും അതുപോലെ എൻ്റെ ഈ പേരക്കുട്ടിയും അതുപോലെ തന്നെയാണ് മറ്റേ സൈക്കിൾ നോക്കിയിരുന്നത്. ആ കൊണ്ടുപോയ ആളെങ്ങാനും അത് തിരിച്ച് തരുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പ്രകാശേട്ടൻ്റെ സൈക്കിൾ മോഷ്ടിച്ചു കൊണ്ടുപോയത് ആരാണെന്നറിയില്ല. അതിനി ആര് തന്നെയാണെങ്കിലും
ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ആ സൈക്കിൾ ഇദ്ദേഹത്തിന് തിരിച്ചു നൽകണം. കാരണം നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ആത്മബന്ധം ആ സൈക്കിളുമായി ഇദ്ദേഹത്തിനുണ്ട്. ദൃശ്യങ്ങൾ പകർത്തിയ അഫ്സൽ രാജിനൊപ്പം അബ്ദുൾ റഹീം, ന്യൂസ് മലയാളം, കൊച്ചി.